നമസ്കാരം. ഇറാൻ യുദ്ധത്തെ തുടർന്ന് ലോകം നേരിടുന്ന രൂക്ഷമായ ഭക്ഷ്യവള പ്രതിസന്ധി പരിഹരിക്കാൻ ചൈന തങ്ങളുടെ ശേഖരം തുറന്നു നൽകണമെന്ന് മുൻ ലോകബാങ്ക് പ്രസിഡന്റ് ഡേവിഡ് മാൽപാസ് BBC-ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ചൈന അനാവശ്യമായി ഭക്ഷ്യവസ്തുക്കളും വളവും പൂഴ്ത്തിവെക്കുന്നത് ആഗോള വിപണിയെ തളർത്തുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ബെയ്ജിംഗിൽ നടക്കാനിരിക്കുന്ന ട്രംപ് ഷീ ജിൻപിങ് ഉച്ചകോടിക്ക് മുന്നോടിയായാണ് മാൽപാസിന്റെ നിർണായക പ്രതികരണം. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിൽ സാമ്പത്തികകാര്യ അണ്ടർ സെക്രട്ടറി കൂടിയായിരുന്ന മാൽപാസ് ലോകത്തിലെ ഏറ്റവും വലിയ വളം ഭക്ഷ്യശേഖരം ചൈനയുടെ കൈവശമാണെന്ന് ചൂണ്ടിക്കാട്ടി. ഈ ശേഖരണം അവസാനിപ്പിക്കാൻ ബെയ്ജിംഗ് തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ ആഗോളതലത്തിൽ വളം വിതരണം താറുമാറായിരിക്കുകയാണ്. വസന്തകാലത്തെ കൃഷി ഇറക്കാൻ തയ്യാറെടുക്കുന്ന രാജ്യങ്ങളെല്ലാം ഇപ്പോൾ കടുത്ത വളം ക്ഷാമം നേരിടുകയാണ്. ഈയൊരു സാഹചര്യത്തിൽ ചൈന തങ്ങളുടെ വിപണി നിയന്ത്രണങ്ങൾ നീക്കണം എന്നാണ് ലോകബാങ്കിന്റെ മുൻ മേധാവി ആവശ്യപ്പെടുന്നത്. ആഭ്യന്തര ആവശ്യങ്ങൾ സംരക്ഷിക്കാനെന്ന പേരിൽ കഴിഞ്ഞ മാർച്ച് മുതൽ ചൈന വളം കയറ്റുമതി നിർത്തിവച്ചിരിക്കുകയാണ്. 2021 മുതൽ ചൈന ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിയ കയറ്റുമതി നിയന്ത്രണങ്ങളുടെ തുടർച്ചയാണിത്. ഇത് ആഗോള വിപണിയിലെ വിലക്കയറ്റത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം ലോകത്തെ വളം ഉൽപ്പാദനത്തിന്റെ 25% ചൈനയിലാണ് നടക്കുന്നത്. $13 ബില്യൺ വളം കയറ്റുമതി ചെയ്യുന്ന രാജ്യം വിപണിയിൽ നിന്നും പിൻവാങ്ങുന്നത് ദരിദ്ര രാജ്യങ്ങളെയാണ് കൂടുതൽ ബാധിക്കുന്നത്. ചൈന ഇപ്പോഴും സ്വയം ഒരു വികസ്വര രാജ്യമെന്ന് വിശേഷിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും മാൽപാസ് പറഞ്ഞു. ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ചൈന പല മേഖലകളിലും അതിസമ്പന്നമാണ്. ലോക വ്യാപാര സംഘടനയിലും ലോകബാങ്കിലും വികസ്വര രാജ്യത്തിനുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് ചൈന അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം തുറന്നടിച്ചു. എന്നാൽ മാൽപാസിന്റെ ആരോപണങ്ങളെ ചൈന ശക്തമായി നിഷേധിച്ചു. ആഗോള വിപണിയിലെ തടസ്സങ്ങൾക്ക് കാരണം ചൈനയല്ല എന്നും അതിന്റെ ഉത്തരവാദിത്തം തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കേണ്ടെന്നും വാഷിംഗ്ടണിലെ ചൈനീസ് എംബസി വക്താവ് ലിയു പെൻഗ്യു പ്രതികരിച്ചു. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ചൈന ലോകത്തെ ഏറ്റവും വലിയ വികസ്വര രാജ്യം തന്നെയാണെന്നും ലിയു അവകാശപ്പെട്ടു. ഇറാൻ വെടിനിർത്തൽ ചർച്ചകൾ അനിശ്ചിതത്വത്തിലായ സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ അമേരിക്കയ്ക്കൊപ്പം നിൽക്കണമെന്ന് മാൽപാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം തടസ്സപ്പെടുത്താൻ ആരെയും അനുവദിക്കരുത്. ഒരു രാജ്യം അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നത് ലോകത്തിന് കണ്ടു നിൽക്കാനാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചൈന മുൻകൈ എടുക്കണമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കടൽമാർഗമുള്ള സ്വതന്ത്ര വ്യാപാരം ചൈനയുടെ കൂടി സാമ്പത്തിക താൽപ്പര്യമാണ്. കപ്പൽ ഗതാഗതവും കണ്ടെയ്നർ വിപണിയും ചൈനയുടെ കൈവശമായതിനാൽ ഹോർമൂസ് അടച്ചിടുന്നത് അവർക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്നും മാൽപാസ് ഓർമ്മിപ്പിച്ചു. അമേരിക്കയിലെ പണപ്പെരുപ്പത്തെക്കുറിച്ചും അദ്ദേഹം ആശങ്ക പങ്കുവച്ചു. വരും ദിവസങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും അമേരിക്കൻ തൊഴിൽ വിപണി കരുത്തുറ്റതാണെന്നും രാജ്യം സാമ്പത്തിക വെല്ലുവിളികളെ അതിജീവിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ചൈനയുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ വരുന്നുണ്ട്. നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന സന്ദർശിക്കാൻ പോവുകയാണ്. ചൈനയിലേക്ക് 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് അമേരിക്കൻ പ്രസിഡന്റ് പോകുന്നത്. ഈ സാഹചര്യത്തിൽ ലോകമെമ്പാടും ചൈനയിലേക്ക് ഉറ്റുനോക്കുന്ന സാഹചര്യത്തിലാണ് ലോകത്ത് ഏറ്റവും അധികം പ്രതിസന്ധിയുള്ള ഘട്ടത്തിൽ ചൈന അവരുടെ വിപണി തുറന്നു കൊടുക്കുകയും അതുപോലെ തന്നെ പൂഴ്ത്തിവെച്ചിരിക്കുന്ന സാധന സാമഗ്രികൾ ലോകത്തിൽ വിപണനം നടത്തണമെന്നുള്ള ആവശ്യം ഉയരുന്നത്.